ഇല്ല ഫോൺ വേണ്ട. ഞാൻ പിന്നെ ഓലെ മുന്നേ അങ്ങനെ പറഞ്ഞു അത് നന്നാവില്ല ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ ആയിരം താളല്ല പറയണ്ടത്. ഞാനങ്ങനെ പറയാം. കസാലിയും കാലാണ് ആളും അതാന്ന് നിങ്ങൾ മൊത്തം കൊളാക്കി. നിങ്ങൾ മൊത്തം കൊളാക്കി. ഇനിയിപ്പൊ അങ്ങോട്ട് പോവുക എങ്ങനെയാന്ന് ഞാൻ ആലോചിക്കുന്നത്. എങ്ങോട്ട് പോവാ? അതിന് എങ്ങനെ പോകാന്ന് അറിയും നിങ്ങള്? ഓനെ കസാലും ഇരുന്ന് ആളിരിക്കുന്ന സമയത്ത് കൂടുക. ആണ്ട് പോയാൽ മതി. അപ്പൊ പോയാൽ മതി. അങ്ങനെ ചെയ്യലേ. എനിക്കും ഇപ്പൊ നിങ്ങൾ വരാൻ പറ്റും. ഓനെ തിരിക്കണ്ട പട്ടിന് ശരിയാവൂല. അവ ആള് കൊഞ്ഞാണെന്ന്. അതല്ല അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കണം. തലയിൽ മുടില്ലല്ലോ. ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി എങ്ങനെ പ്രയോഗിക്കണോ? ഓനോട് മുന്നിലുണ്ടല്ലോ ഇവിടെ. അല്ല അതിപ്പോ ഓനോട് എന്നോട് പറഞ്ഞേ കാര്യമാണ് ഞാൻ ഇതവിടെ നിൽക്കുന്നത്. ഐഡിയപരമായിട്ട് നിങ്ങൾ നീങ്ങേണ്ടിരുന്നത്. നിങ്ങൾ എവിടെ ഓടുന്നത്? ഇവിടുത്തെ പണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതിനിപ്പോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഓടിയപ്പോ ഞങ്ങൾ രണ്ടാളും നിങ്ങളെ കുടിച്ചാനാ നോക്കാനാ എടുക്കാന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ സ്പീഡിൽ പോയിങ്ങാണ്ട് അതേ സ്പീഡിൽ വന്നിങ്ങാണ്ട് നിങ്ങൾ ഓനെ മുന്നിൽ നാളെ പറഞ്ഞേ മുടിയിട്ടാൻ പോലെ അവിടെ ഒരൊറ്റൊന്നും ചേർന്ന് കാലിക്കുക ഒക്കെ ഫുള്ളാണെന്ന് പറഞ്ഞാളാ. അപ്പോഴാണ് അവിടെ നിക്കണത്. പിന്നെ ഞാൻ അവിടെ ഐഡിയ എടുക്കാൻ പാടണ്ട. അപ്പം പറഞ്ഞു ഞാൻ അതവിടെ ഒന്ന് കാലിന്നല്ല അവൻ പറഞ്ഞത്. പിന്നെ ഞാൻ അവന്റെ വെട്ടണ്ടാവും ശരിയല്ലാന്ന് ഞാൻ പറയാൻ പറ്റും. അപ്പൊ നിങ്ങളെ അതാ നിങ്ങളുടെ എനിക്ക് നലിമ മുടിയില്ല. മുമ്പ് അവിടെ ഓടി വന്നുങ്ങാണ്ട് അല്ല ഞാനിപ്പോ ബാർബർ ഷോപ്പിൽ അതെ सुलेमान भाई वो इंडिया का आदमी है। से बात किया तुम्हारा बात सही है लेकिन मैं भी वो बात कर रहा था उससे इसके नहीं मैं क्या बोला वो इंडियन आदमी चलेगा എന്താ കൈമില് ഞാൻ അറിയില്ല. അല്ല ഞാൻ പെട്ടെന്ന് പേടിച്ചത് അവഞ്ഞിപ്പോ ഞാൻ ബംഗാളിലാന്ന് പറഞ്ഞു പോവാന്നൊരു പേടി. അല്ല നാളെ ഇപ്പൊ നോമ്പ് തുടങ്ങല്ലോ നിങ്ങളെ ബാക്കി നാളെ ചിലപ്പോ നോൽമ്പാവും. ഞാൻ മറ്റന്നാളാവും. ഇനി ഇവിടെ കപ്സന്റെ ബുക്കാലാണ്. നിങ്ങൾ തടിയൊന്ന് കൂടും. പക്ഷെ നിങ്ങൾ എണ്ണയില്ല കഴിക്കും. പള്ളിയില് കപ്സിന് പോയ കുറെ സ്റ്റോറികളുണ്ട്. കപ്സ പച്ചാളി ഉള്ളും തക്കാളി എല്ലാം കൂടി ഇട്ടാണ്ട് പോയാൽ മൊത്തം പോയി ചെയ്തു. ദത്താജ് ഇവിടെ മെസ്സുണ്ടാക്കാൻ വന്നാന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കപ്സിയിൽ എരും പുളിയൊക്കെ വേണം. ഞാൻ അതിന് ലൈമൂനും പിൽപ്പിലും പിന്നെ മരുമാനെ പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. വരുമാനല്ലാന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ കുറച്ച് എന്നാലങ്ങനെ രണ്ടുമൂന്ന് പച്ചോള് രണ്ടുമൂന്ന് ഉള്ളിയൊക്കെ എന്നെ പോയി. അപ്പൊ മുത്തവ എന്നോട് ചോദിച്ചു എന്താ ഇവിടെ മെസ്സൊക്കെ വന്നവിടെ പള്ളിക്കല് സ്കെച്ചാൻ വന്നതല്ലേ എന്നാണ് കുമാറും മസലും ഉള്ളിയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹാറുമാണോ അനാ അക്കൽ ബസ് ഹിന്ദി ഹാർ ഷോയ് മാഫിയാർ. അപ്പൊ മുത്തവ കീസൊക്കെ തപ്പി മാഷാ അല്ലാഹ് എല്ലാം കൊടുത്തങ്ങളല്ലോ. അങ്ങനെ എങ്ങനെ ഗ്യാസിന്റെ കൊണ്ടുവരാൻ അടുപ്പിന്റെ കൊണ്ടുവരാൻ അടുപ്പ് കൊണ്ടാൻ സൗകര്യപ്പെട്ടിരിക്കുക. ഏതോ ഏതോ ഇപ്പൊ നിനക്ക് നല്ലൊരു ഗ്യാപ്പാ ഇനിയുണ്ടല്ലോ. സുലൈമാനെ ഇനി അപ്പുറത്ത് തീർന്നില്ലല്ലോ. ഇനി റംസാനും കൂടി വരികയാണ്, നോമ്പാണ്. ഇനി ഈ ഇതിൽ നിനക്ക് തമ്പാക്ക് കമ്പനിയാണ് നിർത്തിക്കള. അല്ല ഞാൻ പറയാം മുഹമ്മദും നിങ്ങളും പറഞ്ഞ തൊട്ട് നോക്കി കിട്ടില്ല. കറാമ കൊടുത്തിട്ട് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇതാക്കുമ്പോ ഇങ്ങനെ ഇതാവും. അതുകൊണ്ട് ഇപ്പൊ എന്താ പറയാ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ കഴിയും. നിനക്ക് ദഹനം കൂടുതൽ വരും. അപ്പത്തെ നമ്മളത് പിടുത്തം വിട്ടുപോവുകയാണ്. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുക എന്തിനു വേണ്ടിട്ടത്, ഞാനെന്തിനാ ഈ കഷ്ടപ്പെട്ടത്, ഞാനെന്തിനാ ഈ അധ്വാനിച്ചത്, എനിക്കിതായുള്ള ഗതിയിൽ തോന്നും. പക്ഷെ അന്നേരം റിലീഫില്ല. അത് മരണത്തിലേക്കാണല്ലോ പോണത്. നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ ഒരാള് ഇതേമാതിരി പുള്ളി അന്ന് തമ്പാക്കും കിമ്പാക്കത്തില്ല. ഞാൻ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. അപ്പൊ അമ്മയും ഇവരൊക്കെ പറഞ്ഞു ഒന്ന് പോയി കാണണല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പേടി പോവാറിന് വലുതാണല്ലോ. പുള്ളി ഈ പുകല തിന്നല്ലായിരുന്നു.
ഞാൻ ഞങ്ങളെ വീട്ടിലേക്ക് വന്നാൽ കണ്ടു ഈ പുകല മടക്കിയിട്ട് ചുണ്ണാമ്പ് തേച്ചിട്ട് ഓടിയിട്ട് വെക്കുക. അന്ന് പുകല മാത്രം, വെറും പുകല. പുള്ളിക്ക് ക്യാൻസർ വന്നിട്ട് അത് കാണാൻ വേണ്ടി ചെന്ന് ഞാൻ ഒരൊറ്റ നോട്ടം കണ്ടിട്ടുള്ള ഓടി ഞാൻ പേടിച്ചു. കാരണം ഇവിടെയൊക്കെ കംപ്ലീറ്റ് വീങ്ങിട്ട് ഇങ്ങനെ ഒരു തരം ഇളന്നി മാതിരി. അന്ന് പേടിണ്ട. എന്നാ ഞാൻ 24 മണിക്കൂർ ഇത് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് ബോധത്തെ ഉണ്ടാണ്, അങ്ങ് നിർത്തി അത്രേ ഉള്ളൂ. ഞാനും ഇങ്ങനെ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ ഇങ്ങനെ. പക്ഷെ നമ്മളിത് നിർത്തിയാലല്ലോ. എനിക്കിപ്പോ ഉണ്ടല്ലോ, ഞാൻ ഒരു പ്രശ്നമില്ല. എനിക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രാന്ത് വരും. ഒന്നാമത് മെയിൻ പ്രശ്നം വരാറിനാൽ ഏതെങ്കിലും ഒരു സെറ്റ് വന്നു നമ്മളെ കയ്യിൽ നിന്ന് ഡെഡായാലൊക്കെ ഒരു പ്രാന്ത് വരും. അപ്പം നേരെ എന്ത് ചെയ്യും, ഒന്ന് പോയിട്ട് ഒരു സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ അത് തമ്പാക്ക് സിഗരറ്റ് വലിക്കാൻ പോലാണെന്ന് ഒരു സിഗരറ്റ് വലിക്കാൻ പുറത്തു പോകണം. ഇതാകുമ്പോൾ എന്തായി, ഇങ്ങ് വെച്ചാൽ ഒരു കുട്ടികളും അറിയില്ല, ഒരു കുഴപ്പമില്ല. ഏത് സഭയിൽ പോയാലും നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ സിഗരറ്റും ഇതും കൂടിയായി. ഞാൻ ഇവിടുന്ന് ഒരു പാക്ക് സിഗരറ്റ് വലിച്ചിരുന്നു. സിഗരറ്റിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ സിഗരറ്റ് കുറഞ്ഞു. ഇടയ്ക്കൊന്ന് പുറത്ത് പോയാൽ മാത്രം സിഗരറ്റ് ആയി. അങ്ങനെ സിഗരറ്റ് കമ്പനി നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് കൂടി. ഒരു പാക്ക് വാങ്ങിയാണെങ്കിൽ 2-3 ദിവസമുള്ളൂ. ഡോക്ടർ പറഞ്ഞു എക്സർ എടുത്തോളാണ്. എക്സർ എടുത്തോണ്ട് ഈ സിഗരറ്റിന്റെ ഓവർ വലിയുണ്ട്, ലെൻസ് ഓട്ട ചെറിയ സിഗരറ്റ് നമ്മള് ശ്വാസം മുട്ടല്ലേ കത്തിച്ചിങ്ങാണ്ട് സിഗരറ്റ് നമ്മള് കറച്ചപ്പോ കുത്തിയാൽ എങ്ങനെ ഓട്ടാണ്, അതേമാതിരി ഓട്ടുണ്ട്. ഈ വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ എന്താണ് പറഞ്ഞ മാതിരി ഒരൊറ്റ വാക്ക് അതോടെ എടുത്തു. പിന്നെ ഇവിടുന്ന് നാട്ടിൽ ചെല്ലുമ്പോ പിന്നെ ഏതെങ്കിലും കമ്പനിക്കൊക്കെ ഇങ്ങനെ ഓരോ കമ്പനിക്കൊക്കെ നമ്മൾ പോകുമല്ലോ. പോകുമ്പോ ഒരു സിഗരറ്റൊക്കെ കാരണം ഈ വിവരമുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ ഒരു ദിവസം 100 മില്ലി ആൽക്കഹോൾ കഴിച്ചോ, പക്ഷെ ഒരു സിഗരറ്റ് വലിക്കരുത്. ഒരു 100 മില്ലി നിങ്ങൾ ഡെയിലി കിടക്കണമെന്ന് കഴിച്ചോളൂ, പക്ഷെ അത് ഓവറായി പോകും. അതുകൊണ്ടാണ് മദ്യം വേണ്ട, കഴിക്കരുത് തന്നെ. 100 മില്ലിയുള്ള പിന്നെ 200 മില്ലി ആകും, പിന്നെ 4 കാര്യമില്ലാവും. അതുകൊണ്ടാണ് വേണ്ടാറുണ്ട്. അല്ലാണ്ട് 100 മില്ലി ആൽക്കഹോൾ ഒരാളുടെ ശരീരത്തിൽ ഭക്ഷണത്തിന് ശേഷം ശരീരത്തിൽ ചെന്നാൽ ഒരു കുഴപ്പം വരില്ല, ദഹനം നന്നാവുക ചെയ്യാം. അതുകൊണ്ട് അതുവരെ കഴിച്ചു, പക്ഷെ ഒരു വലി സിഗരറ്റ് വലിക്കരുത്. കാലിന്റെ തള്ളവരൽ മുതൽ തലച്ചോറ് വരെ ഒറ്റ പഫില് നിക്കോട്ടിൻ കയറുന്നു. അപ്പൊ എത്രയാണൊരു ദിവസം ഒരാൾ വലിക്കുന്നത്? രാവിലേക്ക് എണീറ്റാലും ശ്വാസം മുട്ടല്ലേ, എന്നാലും വലിക്കണം. കുറച്ചാലും വലിക്കുക. കാരണം അഡിക്റ്റ് ആയി പോയി, അത് നമ്മൾ ലയിച്ചു പോവാണ് നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ ഞാനിങ്ങനെ വല്ലാതെ ഒരു കറാമ്പൂവിന്റെ അവര് കൊറേ നേരം നിൽക്കും. ഒരു ദിവസം വേണ്ടടിച്ചൊന്നുമില്ല എരുവുണ്ട്. അത് നല്ല രസം. അങ്ങനെ കുതിർന്നാല് ഒരു പ്രത്യേക സുഖം. അതാണ് ഇപ്പൊ ഞാൻ എന്റെ എന്താ റിക്കവറി ഉണ്ടോ, നെറ്റിലൊക്കെ വിടുന്നുണ്ടോ? നെറ്റിലൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചെയ്യും. നെറ്റിൽ നമുക്ക് നിങ്ങൾ നല്ല